റോഷിപാൽ ഇപ്പോൾ ഗവർണർ പരിപാടിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ ആയിരിക്കുമോ അദ്ദേഹം പോവുക എന്നാണ് അറിയേണ്ടത്. പരിപാടിയിലേക്ക് എത്തുമ്പോൾ ഗവർണറുടെ പ്രതികരണം ആരാഞ്ഞെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല മാധ്യമങ്ങളോട്. പക്ഷെ പ്രസംഗത്തിൽ പറയാനുള്ളത് ഒരു വാചകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസം അട്ടിമറിക്കാൻ നോക്കുന്നവര് നിങ്ങൾക്കെതിരെ ഉയരുന്നു. SFIയുടെ പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം. ഹിറ്റ്ലർ തോറ്റ്, മുസോളിനി തോറ്റ്. ഹിറ്റ്ലർ തോറ്റ്, മുസോളിനി തോറ്റ്. SCPയും തോറ്റു മടങ്ങി. SCPയും തോറ്റു മടങ്ങി. പിന്നെയാണോ അരലേക്ക്, എന്നിട്ടാണോ അരലേക്ക്. CPക്ക് പോയത് മുക്കാണെങ്കിൽ അരലേക്കേറെ തെമ്മാട്. ഓർത്ത് കളിച്ചോളൂ. മറ്റൊരു വഴിയിലൂടെയാണ് ഇപ്പോൾ ഗവർണർ മടങ്ങിപ്പോകുന്നത്. കനത്ത സുരക്ഷയിൽ ഗവർണറെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. അദ്ദേഹം വാഹനത്തിൽ മടങ്ങിപ്പോയിരിക്കുകയാണ്. സാധനം തുടരുന്നു. റോഷിപാൽ, ഇപ്പോൾ ഗവർണർ മടങ്ങിയിരിക്കുന്നു. മറ്റു വഴിയിലൂടെ ഗവർണറെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിച്ചു. പ്രതിഷേധക്കാർ ആ ഭാഗത്തുണ്ടായിരുന്നില്ല, മുൻവശത്ത് മാത്രമായിരുന്നു അല്ലേ? ഇപ്പോൾ ആൾക്കാർ ഉണ്ടായിരുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഗവർണർ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ റോഡിലെ ഏതെങ്കിലും തരത്തിൽ പാളയം റോഡിലൂടെ തന്നെയാണ് പോവുക. മറ്റൊരു വഴിയിലൂടെയാണ് പുറത്തേക്ക് ഗവർണർ കടന്നതെങ്കിൽ പോലും ഗവർണർ ഈ റോഡിലൂടെ തന്നെയാണ് സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ. ഞാനൊന്ന് റഹീസിലേക്ക് കൂടി പോകുന്നു. റഹീസ്, ഇപ്പോൾ ആ ഭാഗത്ത് നിൽക്കുകയാണല്ലോ, ഗവർണർ പോയ വഴിയിൽ. അവിടെയും പ്രതിഷേധക്കാർ എത്തുമോ? ആ വാഹനം പുറത്തേക്ക് കടന്നിരിക്കുന്നു, മെയിൻ റോഡിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ? ഗവർണറുടെ വാഹനം AKG സെന്ററിന് സമീപത്തുള്ള കേരള സർവകലാശാലയുടെ ഗേറ്റിലൂടെ പുറത്തേക്കിറങ്ങി. രാജ്ഭവനിലേക്ക് സാധാരണ പോകുന്ന വഴിയല്ല ഗവർണറുടെ വാഹനം പോകുന്നത്. ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇവിടെ ഉണ്ടായില്ല. SFI പ്രവർത്തകർ മുഴുവൻ പ്രധാന ഗേറ്റിന് മുമ്പിലായിരുന്നു നിന്നിരുന്നത്. ആ ഭാഗം ഒഴിവാക്കി നമ്മൾ ഈ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മറ്റൊരു ഗേറ്റുണ്ട്. ഇത് സാധാരണഗതിയിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഗേറ്റല്ല. ഈ വഴിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറേയും കൊണ്ടുള്ള വാഹന വ്യൂഹം കടന്നു പോയത്. അദ്ദേഹം മറ്റൊരു വഴിയിലാണ്. സാധാരണഗതിയിൽ രാജ്ഭവനിലേക്ക് പോകാനാണെങ്കിൽ ഈ ഗേറ്റ് ഇറങ്ങി ഇതിൻ്റെ ഇടതുവശത്തോടെ MLA ഹോസ്റ്റലിൻ്റെ മുൻഭാഗത്തോടെ, നിയമസഭയുടെ മുൻഭാഗത്തോടെ, കോർപ്പറേഷൻ്റെ ഫ്രണ്ടിലൂടെ രാജ്ഭവനിലേക്ക് പോകുന്നതാണ് സാധാരണ ഉള്ള ഒരു വഴി. പക്ഷേ ആ വഴിയല്ല പോയിരുന്നത്. സംഘർഷം ആയി വന്നു. എന്താ ഗവർണർ പോയി സംഘർഷത്തിലായി. അതാ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ലെറ്റ് കം ഔട്ട് വാട്ട് ഈസ് ദ ഡിമാൻഡ് ഓഫ് എവരിബഡി. SFI പ്രൊട്ടസ്റ്റ് കാരണമാണോ മറ്റു വഴി ചൂസ് ചെയ്തത്? താങ്ക് യു. ACP അടക്കമുള്ള ആളുകളുണ്ട്. ഇനി ഏത് വഴിയിലാണ് രാജ്ഭവനിലേക്ക് പോവുക എന്ന കാര്യം അറിയണം. കാരണം നേരെയുള്ള പെട്ടെന്ന് രാജ്ഭവനിലെത്തുന്ന ഒരു വഴിയല്ല ചൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കേരള സർവകലാശാലയുടെ ബാക്കിൽ നിന്ന് വലതുവശത്തേക്ക് കയറി AKG സെന്റർ വഴിയാണ് പോയിരിക്കുന്നത്. ഇനി മറ്റൊരു വഴിയിലൂടെ ആയിരിക്കും രാജ്ഭവനിലേക്ക് പോവുക. SFI പ്രവർത്തകർ മുഴുവൻ ഈ സർവകലാശാലയുടെ മുമ്പിൽ ഗവർണർ അതിലെ പുറത്തേക്ക് ഇറങ്ങും എന്നതായിരുന്നു അവരുടെ പ്രതീക്ഷ.
വീഴ്ച. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഗേറ്റിലേക്ക് SFI ഫോക്കസ് ചെയ്തിരുന്നില്ല. ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു വരുന്ന സമയത്ത് ഒരു SFI പ്രവർത്തകൻ പോലും അവിടെ ഇല്ലായിരുന്നു. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരും ഒന്നോ രണ്ടോ മാധ്യമപ്രവർത്തകരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മാധ്യമപ്രവർത്തകർ പ്രതികരണമെടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം കൈവച്ച് ചിരിച്ചു കാണിച്ചിട്ട് കടന്നു പോവുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ നടന്നു തുടങ്ങിയ സ്ഥലമാണ് ആദ്യത്തെ ഗേറ്റ്. ഇപ്പോൾ നമ്മൾ പ്രധാന ഗേറ്റിലേക്ക് എത്തി. ഇവിടെ SFI പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.